നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 85 നിർമ്മാണ വിഷയത്തിൽ രണ്ടഭിപ്രായം രൂപപ്പെടേണ്ട കാര്യമില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സർക്കാർ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇടുക്കിയിൽ തേയില വ്യവസായത്തിലെ പ്രതിസന്ധി അതീവ ഗുരുതരമായി. പീരുമേട്ടിൽ 4 തോട്ടങ്ങൾ കൂടി അടച്ചുപൂട്ടി. ഇതോടെ അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളുടെ എണ്ണം 7 ആയി. അടിമാലി ആനച്ചാലിൽ ഫർണിച്ചർ വ്യാപാര സ്ഥാപനം കത്തിനശിച്ചു. മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. ഫർണിച്ചറുകളും കെട്ടിടവും തീയിൽ കത്തിനശിച്ചു. ഉണ്ടായത് വലിയ നഷ്ടം. ഇല്ലാത്ത കുടിവെള്ള പദ്ധതിയുടെ പേരിൽ സ്ഥലം വാങ്ങാൻ പണപ്പിരിവ്. നടപടികൾ പൂർത്തീകരിക്കാതെയും ഭൂമി ആസ്തി രജിസ്റ്ററിൽ പെടുത്താൻ ശ്രമം. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത 85 നിർമ്മാണ വിഷയത്തിൽ രണ്ടഭിപ്രായം രൂപപ്പെടേണ്ട കാര്യമില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെയ്യാനുണ്ടെങ്കിൽ സർക്കാർ അത് ചെയ്യും. ദേശീയപാത വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗൗരവകരമായ ഇടപെടൽ ഉണ്ടാകുമെന്നും മന്ത്രി അടിമാലിയിൽ പറഞ്ഞു. ഭൂപതിവ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. രണ്ടഭിപ്രായം രൂപേണ്ട കാര്യമില്ല. എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഭാഗത്ത് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യും. നേരത്തെ തന്നെ അത്ര അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രശ്നത്തിൽ ഇപ്പം കൺസ്ട്രക്ഷൻ നിരോധിച്ചിട്ടില്ല. പക്ഷേ അവിടെ വന്നത് ഈ വനേതരഭൂമിയെ മാറിയില്ല എന്നുള്ള ഒരു സത്യാമൂലം നൽകപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് ആ നിലയിൽ ആ പോർട്ടലിൽ അപ്ലൈ ചെയ്ത് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളൊരു പ്രശ്നം രൂപപ്പെട്ടു വന്നതാണ് വിഷയത്തിന് ആധാരം. അത് പരിഹരിക്കാനായിട്ട് നോക്കും. മാത്രമല്ല, ഏറെക്കാലം മുമ്പ് തന്നെ ഇത് ലാൻഡ് രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് റവന്യൂ ഭൂമിയാണ് എന്നുള്ള നിലയിലുള്ള ചില കൺസെപ്റ്റുകളൊക്കെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഗൗരവപൂർവ്വമായിട്ടുള്ള ഇടപെടലുണ്ടാവും. ഏതായാലും അവിടെ നിർമ്മാണവേലകളൊന്നും തടസ്സപ്പെട്ടു പോകേണ്ട യാതൊരു കാര്യവുമില്ല. തടസ്സമുണ്ടായിട്ട് കോടതി പറഞ്ഞതായിട്ടും ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഈ എറർ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതിനകത്ത് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഭൂപതിവ് നിയമത്തിനല്ല വളരെ ഒട്ടും താമസിക്കാതെ ഞാൻ എല്ലാ ചട്ടങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ജനങ്ങൾക്ക് അത് വലിയ പ്രയോജനകരമാകും. വളരെ പെട്ടെന്ന് ഇവിടേക്കായി ആ നടപടിയെല്ലാം പൂർത്തീകരിച്ചാണ് ആവശ്യം. ഇടുക്കിയിൽ തേയില വ്യവസായത്തിലെ പ്രതിസന്ധി അതീവ ഗുരുതരമായി. പീരുമേട്ടിൽ 4 തോട്ടങ്ങൾ കൂടി അടച്ചുപൂട്ടി. ഇതോടെ അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളുടെ എണ്ണം 7 ആയി. ഹെലിബറിയ ടീ കമ്പനിയുടെ ചെമ്മണ്ണ, ഹെലിബറിയ, ചിന്നാർ എന്നീ തോട്ടങ്ങളാണ് കഴിഞ്ഞ ദിവസം അടച്ചത്. 500-ലധികം സ്ഥിരം തൊഴിലാളികളും 200ഓളം അതിഥി തൊഴിലാളികളും ഇതോടെ പ്രതിസന്ധിയിലായി. 4 മാസത്തോളമായി തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട്. 18 മാസമായി ഇവരുടെ പ്രൊവിഡന്റ് ഫണ്ടും മാനേജ്മെന്റ് അടച്ചിട്ടില്ല. ഇപ്പം ഈ 2 മാസത്തെ ശമ്പളം നിലവിൽ ഞങ്ങൾക്ക് സ്റ്റോർ കാശ് പോലും തരാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം മുന്നോട്ട് നീങ്ങുന്നത്. ആ ശമ്പളം ചോദിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഈ 4 ദിവസത്തേക്ക് മുമ്പ് നോട്ടീസ് ഇട്ടിട്ട് കമ്പനി ഇപ്പോൾ തൽക്കാലം പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. ഞങ്ങൾക്കിപ്പോൾ റിട്ടയർമെൻ്റ് ആയ തൊഴിലാളികൾ 150ഓളം പേരുണ്ട്. അവരുടെ ഗ്രാറ്റുവിറ്റി അടയ്ക്കുകയോ അവരുടെ ഈ PF അടച്ചാൽ മാത്രമേ അവർക്ക് ഈ പെൻഷൻ വാങ്ങിച്ച് കഴിക്കാൻ പറ്റൂ. ഹെലിബറിയ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചിന്നാർ എന്ന പേരിൽ വിപണിയിലുള്ള തേയിലയിൽ ഗുണനിലവാരം കുറഞ്ഞ തേയിലപ്പൊടി തോട്ടം ഉടമകൾ കലർത്തുന്നതായാണ് തൊഴിലാളികളുടെ ആരോപണം. കൊച്ചിയിലെ ലേലകേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ തേയിലയിൽ മായം കലർന്നതായി കണ്ടെത്തി. ഇതോടെ കമ്പനിക്ക് ലേലത്തിൽ പങ്കെടുക്കുവാൻ കഴിയാതെ വന്നു. 4 തോട്ടത്തിലെയും തേയിലക്കൊളുന്ത് വിറ്റഴിക്കാനാകാതെ വന്നതോടെ പ്രതിസന്ധി രൂക്ഷമായി. തുടർന്ന് 4 തോട്ടങ്ങളും കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടുകയായിരുന്നു. നിലവിൽ പ്രവർത്തിക്കുന്ന 7 തോട്ടങ്ങളും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. സിറ്റി വിഷൻ, പീരുമേട്. ചക്രമുടിയിൽ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു. വിന്റർ ഗാർഡൻ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന റിസോർട്ടാണ് ഏറ്റെടുത്തത്. റിസോർട്ട് പ്രവർത്തിച്ചിരുന്ന ഭൂമിയുടെ പട്ടയം വ്യാജമെന്ന് കണ്ടെത്തി റദ്ദ് ചെയ്തതിന് പിന്നാലെയാണ് റിസോർട്ട് ഏറ്റെടുത്തത്. ചക്രമുടി കവാടത്തിന് സമീപമായുള്ള 1 ഏക്കർ 5 സെന്റ് ഭൂമിയുടെ പട്ടയമാണ് കഴിഞ്ഞ ദിവസം ദേവികുളം സബ് കളക്ടർ റദ്ദ് ചെയ്തത്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന വിന്റർ ഗാർഡൻ എന്ന റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് സീൽ ചെയ്ത് സർക്കാർ ഭൂമി എന്ന ബോർഡും സ്ഥാപിച്ചു. മാക്സിമം പുറമ്പോക്ക് എവിടെയുണ്ടെങ്കിലും അത് ആരെങ്കിലും കൈവശപ്പെടുത്തിയാൽ നമുക്ക് തിരിച്ചെടുക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. മേരിക്കുട്ടി വർഗീസ് വാഴയിൽ ചക്രമുടി എന്നയാളുടെ പേരിലാണ് വ്യാജരേഖ ചമച്ച ഭൂമിക്ക് പട്ടയമുണ്ടാക്കിയത്. പട്ടയത്തിനായി നേരിട്ട് ബന്ധപ്പെട്ട അപേക്ഷാ രജിസ്റ്റർ, പട്ടയം നൽകുന്ന രജിസ്റ്റർ, പട്ടയ മഹസർ, പതിവ് ലിസ്റ്റ് തുടങ്ങിയ രേഖകൾ ഒന്നും തന്നെ ഇല്ല എന്ന് കണ്ടെത്തിയതോടെ പട്ടയം റദ്ദു ചെയ്യുകയായിരുന്നു. ഇതുകൂടാതെ ചക്രമുടിയിലെ അനധികൃത കയ്യേറ്റമെന്ന് കണ്ടെത്തി 4 പട്ടയങ്ങൾ മുമ്പ് റദ്ദു ചെയ്തിരുന്നു. 4 പട്ടയങ്ങളിലായി 60ഓളം പേരുടെ കൈവശം 13 ഏക്കറിലധികം ഭൂമിയാണ് ഉണ്ടായിരുന്നത്.
വരും ദിവസങ്ങളിലും നടപടി തുടരുമെന്ന് റവന്യൂ അധികൃതർ വ്യക്തമാക്കി. എന്ന് പറഞ്ഞാൽ ആ പട്ടയത്തിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പട്ടയത്തിൽ പറയുന്ന സർവേ നമ്പറിലുള്ള ഭൂമിയല്ല കൈവശം വയ്ക്കുന്നത്, അത് വേറെ സർവേ നമ്പറാണ്. ഇത് എന്ന് പറഞ്ഞാൽ സർക്കാർ പാറപ്പുറമ്പോക്ക് ഭൂമിയാണ്, ആ ഭൂമിയാണ് പുള്ളി കൈവശം വെച്ചിരുന്നത്. അപ്പോൾ ആ ഉത്തരവ് പ്രകാരം പട്ടയം റദ്ദ് ചെയ്യുകയും 48 മണിക്കൂറിനുള്ളിൽ സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ആ ഉത്തരവിൽ തന്നെ ബഹുമാനപ്പെട്ട സബ് കളക്ടർ ഉത്തരവാവുകയും ചെയ്തു. ദേവളം സബ് കളക്ടർ ഉത്തരവായി. റദ്ദ് ചെയ്ത പട്ടയങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുവാൻ കൈവശക്കാർക്ക് 6 തവണ റവന്യൂ വകുപ്പ് അവസരം നൽകിയിരുന്നു. എന്നാൽ രേഖകൾ ഹാജരാക്കാതെ വന്നതോടെയാണ് നടപടികളിലേക്ക് നീങ്ങിയത്. സിറ്റി വിഷൻ, രാജാക്കാട്. അടിമാലി ആനച്ചാലിൽ ഫർണിച്ചർ വ്യാപാര സ്ഥാപനം കത്തിനശിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു തീപിടുത്തമുണ്ടായത്. ഏറെ സമയത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. വലിയ തുകയുടെ ഫർണിച്ചറുകളും കെട്ടിടവും തീയിൽ കത്തിനശിച്ചു. കാടായം വർക്കിയുടെ ഉടമസ്ഥതയിലുള്ള മോഡേൺ ഫർണിച്ചർ എന്ന വ്യാപാര സ്ഥാപനമാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ കത്തിനശിച്ചത്. ആനച്ചാൽ ടൗണിൽ ആനച്ചാൽ അടിമാലി റോഡരികിലാണ് ഫർണിച്ചർ സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത്. 5 നില കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. തീ ആളിപ്പടർന്നതോടെയാണ് വിവരം പ്രദേശവാസികൾ അറിഞ്ഞത്. ഉടൻ തന്നെ അടിമാലി അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് സേനാംഗങ്ങൾ എത്തിയെങ്കിലും തീ ആളിപ്പടർന്നിരുന്നു. 3 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിൽ പുലർച്ചെ 5 മണിയോടെയാണ് തീ അണയ്ക്കാനായത്. വലിയ തുകയുടെ ഫർണിച്ചറുകളും കെട്ടിടവും തീയിൽ കത്തി നശിച്ചു. തീ ആളിപ്പടർന്നിരുന്നുവെങ്കിൽ സമീപത്തെ മറ്റു വ്യാപാരശാലകളിലേക്ക് തീ പടരുന്നത് നിയന്ത്രിക്കാനായത് ആശ്വാസമായി. തീ പടർന്നു പിടിച്ചതിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. ഇല്ലാത്ത കുടിവെള്ള പദ്ധതിയുടെ പേരിൽ സ്ഥലം വാങ്ങാൻ പണപ്പിരിവ്. സ്ഥലമുടമയ്ക്ക് മുഴുവൻ തുക കൈമാറാതെയും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാതെയും ഭൂമി പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുത്താൻ ശ്രമം. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ ആരോപണം. മാട്ടുത്താവളം വട്ടപ്പാറമേട് കുടിവെള്ള പദ്ധതിയുടെ പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭൂമി വാങ്ങിക്കുവാൻ ഗുണഭോക്താക്കളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തുന്ന ആരോപണമാണ് ഉയരുന്നത്. മാട്ടുത്താവളം വട്ടപ്പാറമേട് കുടിവെള്ള പദ്ധതി എന്നൊരു പ്രോജക്റ്റിന് പഞ്ചായത്തിൽ നിന്നോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ തുക മാറ്റിവെച്ചിട്ടില്ല. ഇല്ലാത്ത കുടിവെള്ള പദ്ധതിയുടെ പേരിൽ സ്ഥലം വാങ്ങാൻ പണപ്പിരിവ് നടത്തിയതും സ്ഥല ഉടമയ്ക്ക് മുഴുവൻ തുക കൈമാറാതെയും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാതെയും മറ്റൊരാളുടെ പട്ടയഭൂമി പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രമിച്ചത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2500 ആദ്യം കൊടുക്കണം സ്ഥലം മേടിക്കാൻ എന്ന് പറഞ്ഞു. അത് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി മാത്രമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കൃഷികളും കൂടെ കൂട്ടിയായപ്പോഴത്തേനും 250 രൂപ വെച്ച് കൂടുതൽ കൊടുക്കുന്നു പറഞ്ഞ് 2750 രൂപ വെച്ച് കൊടുത്തു. അതിൽ ഈ വാർഡ് തിരിച്ച് 3 ഭാഗങ്ങളാക്കിയിട്ട് ഈ 2 പേരെ വെച്ച് ഏൽപ്പിച്ചായിരുന്നു ഈ പൈസ പിരിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ എൻ്റെ ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ വിജയപ്പനും മറ്റേ സിജുവിൻ്റെ കുടുംബം കൂടിയായിരുന്നു. ഞാൻ 2750 രൂപ കൊടുത്തു. ഇന്ന് വരെ എനിക്ക് റെസിപ്റ്റും കിട്ടിയിട്ടില്ല. ഈ പൈസ ഉണ്ടോ എന്നും അറിയത്തില്ല. പഞ്ചായത്തിലെ 4-ാം വാർഡിന്റെ ഭാഗമായ വട്ടപ്പാറമേട്, കാപ്പിപ്പാറ, വലിയകുഴി, 7-ാം വാർഡിന്റെ ഭാഗമായ കണിമേട്, മാട്ടുത്താവളം എന്നീ ഭാഗങ്ങൾ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളാണ്. ഈ 2 വാർഡുകളിലെയും കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്തെ ജനങ്ങൾ 2021 മെയ് അവസാനത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മാട്ടുത്താവളം പാരിഷ് ഹാളിൽ വിളിച്ച് യോഗം ചേർന്നിരുന്നു. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി കുളം നിർമ്മിക്കാനായി സ്വകാര്യ വ്യക്തിയുടെ പക്കൽ നിന്നും 5 സെന്റ് ഭൂമി വാങ്ങുമെന്നും അതിനായി പ്രദേശത്തെ 200ഓളം കുടുംബങ്ങളിൽ നിന്നും 1750 രൂപ വീതം പിരിച്ചെടുക്കണമെന്നും ഇരുവരും അറിയിച്ചു. ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ പണവും നൽകി. പഞ്ചായത്ത് കുളം പണിക്ക് വേണ്ടി 10 സെന്റ് സ്ഥലം 2,50,000 രൂപയ്ക്ക് കൊടുത്താണ്. ഞാനത് 1,85,000 രൂപ വാങ്ങിച്ചാണ്. ബാക്കി രൂപ 65,000 രൂപയ്ക്ക് കിട്ടാണ്. 3 മാസത്തെ അവധിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ഥലം കൊടുത്തത്. 3 മാസം കഴിഞ്ഞ് പട്ടയം ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് പല പ്രാവശ്യവും മെമ്പറോട് ആവശ്യപ്പെട്ടാണ്. അത് ഇതിലുമായിട്ട് എനിക്കെടുത്ത് തന്നില്ല. ഇത്ര എടുത്ത് തന്നില്ല. ഞാൻ ബാക്കിയുള്ള സ്ഥലം കൊടുക്കുകയും അത് എഴുതി മാറുകയും ചെയ്തു. ഈ സ്ഥലം മാത്രമേ എഴുതി മാറാനായിട്ട് ഉള്ള ഇവർ പൈസ തരാത്തതുകൊണ്ട് എഴുതി മാറിയിട്ടില്ല. എന്നാൽ പിന്നീട് പണികളൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഗുണഭോക്താക്കൾ അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തിൽ ഫണ്ടില്ല എന്നും ഇറിഗേഷൻ വകുപ്പുമായി ചേർന്ന് കുളം നിർമ്മിക്കാമെന്നും അതിനായി മുൻപ് കുളത്തിനായി സ്ഥലം വാങ്ങിയ വ്യക്തിയിൽ നിന്ന് 5 സെന്റ് കൂടി വാങ്ങണമെന്നും ഇപ്പോൾ കൃഷിക്കാവശ്യമായ ജലം കൂടി ലഭിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. അതിനായി കുറച്ചു പണം കൂടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ആളുകളിൽ നിന്നും 1000 രൂപ കൂടി പിരിച്ചെടുത്തു. 4 വർഷം കഴിഞ്ഞിട്ടും ഇതേവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സ്ഥലം നൽകിയ വ്യക്തിക്ക് പണം പൂർണ്ണമായി നൽകിയിട്ടില്ലെന്നും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ സ്ഥലം പഞ്ചായത്തിന്റെ ആസ്തിയിൽ ചേർക്കാനുള്ള ശ്രമം തടയണമെന്നും ആവശ്യപ്പെട്ട സ്ഥല ഉടമ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകി. എത്ര രൂപ പിരിച്ചെടുത്തെന്നോ എത്ര രൂപയ്ക്കാണ് സ്ഥലം വാങ്ങിയതെന്നോ സ്ഥല ഉടമയ്ക്ക് എത്ര രൂപ കൊടുത്തെന്നോ ഗുണഭോക്താക്കൾക്ക് ആർക്കും അറിയില്ല. ഇല്ലാത്ത പദ്ധതിയുടെ പേരിൽ പിരിച്ച പണം ഗുണഭോക്താക്കൾക്ക് തിരികെ നൽകാൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും തയ്യാറാകണമെന്നതാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, ഉപ്പുതറ. ഏലച്ചെടികൾക്കിടയിൽ കുഴിച്ചിട്ട് 2 കിലോയിലധികം കഞ്ചാവ് അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. ബൈസൺ വാലി ടീ കമ്പനി ഭാഗത്തു നിന്നുമാണ് കഞ്ചാവ് കണ്ടെടുത്തത്. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി.
ബൈസൺ വാലി ടീ കമ്പനി ഭാഗത്ത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഏലച്ചെടികൾക്കിടയിൽ കുഴിച്ചിട്ട് 2 കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവത്തിൽ ടീ കമ്പനി സ്വദേശി ഈശ്വരൻ പിടിയിലായി. പ്രതി താമസിച്ചു വന്നിരുന്ന വീട് സ്ഥിതി ചെയ്യുന്ന പുരയിടത്തിൽ ഏലച്ചെടികൾക്കിടയിലായിരുന്നു 2 കിലോഗ്രാം 102 ഗ്രാം കഞ്ചാവ് കുഴിച്ചിട്ടിരുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് എത്തിച്ച ടീ കമ്പനി ബൈസൺ വാലി മേഖലയിൽ വിൽപ്പന നടത്തിയിരുന്നതായിരുന്നു പ്രതി. ഇതിനായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവാണ് സ്ക്വാഡ് പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ശശി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ അഷറഫ് KM, ദിലീപ് NK, ബിജു മാത്യു, സിവിൽ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് മാനുവൽ NJ, എക്സൈസ് ഓഫീസർ അബ്ദുൽ ലത്തീഫ, മുഹമ്മദ് ഹാഷിം, സുബിൻ P വർഗീസ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിസ്മയ മുരളി, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ നിതിൻ ജോണി എന്നിവർ ചേർന്ന സംഘമാണ് പ്രതിയെ കഞ്ചാവ് സഹിതം പിടികൂടിയത്. സിറ്റി വിഷൻ, ബൈസൺ വാലി. ലോക ഗജദിനത്തോടനുബന്ധിച്ച് ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇടുക്കി വന്യജീവി സങ്കേതത്തിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു. പരിപാടികൾക്ക് ഇടുക്കി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ B പ്രസാദ് കുമാർ നേതൃത്വം നൽകി. ലോക ഗജദിനത്തോടനുബന്ധിച്ച് മിഷൻ ഫുഡ് ഫോർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായാണ് ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ഉൾവനത്തിൽ ഉപ്പുകുഴി ഭാഗത്ത് ശുഷ്കവന മേഖലയിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ ഫലവൃക്ഷ വിത്തുണ്ടകൾ നിക്ഷേപിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ B പ്രസാദ് കുമാർ വിത്തുണ്ട നിക്ഷേപ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KC ആനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ ഫിലൂമോൻ ജോസഫ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രൊഫസർ അനൂപ് PN, NSS വാളണ്ടിയർ സെക്രട്ടറി സ്നേഹ S നായർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ടോം ജോസഫ് എന്നിവർ സംസാരിച്ചു. PM അബ്ദുൾ ഷുക്കൂർ, TM രവി, CJ കുട്ടപ്പൻ, ഫിഷർമാൻ സബ് ഗ്രൂപ്പ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. The Big Stone. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. ആ
എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. കയ്യിൽ കിട്ടിയ തിരിച്ചറിയൽ കാർഡിലെ ആളെ തിരിച്ചറിയാൻ കഴിയാതെ കുഴങ്ങുകയാണ് നെടുങ്കണ്ടം മേഖലയിലെ ഏതാനും കന്നി വോട്ടർമാർ. പുതുതായി വോട്ടർ പട്ടികയിൽ ഇടം നേടിയ എഴുകുംവയൽ, ചേമ്പളം മേഖലകളിലെ വോട്ടർമാർക്കാണ് തപാൽ വഴി തെറ്റായ തിരിച്ചറിയൽ കാർഡ് ലഭിച്ചത്. വിലാസം കൃത്യമാണെങ്കിലും പലർക്കും ലഭിച്ച തിരിച്ചറിയൽ കാർഡ് മറ്റുള്ളവരുടേതാണ്. ചിലർ ഒരേ പോസ്റ്റ് ഓഫീസ് പരിധിയിലുള്ളവരാണെന്ന സാമ്യം മാത്രം. എഴുകുംവയൽ സ്വദേശി അബിൻ സെബാസ്റ്റ്യന് ലഭിച്ചത് ആദിത്യൻ ഗിരീഷിന്റെ തിരിച്ചറിയൽ കാർഡാണ്. ചേമ്പളം സ്വദേശി കൃഷ്ണ ആർ നായർക്ക് ലഭിച്ചത് ചേമ്പളം സ്വദേശി അഞ്ജലി ബാബുവിന്റെയും തിരിച്ചറിയൽ കാർഡ്. സമാന രീതിയിൽ ഒട്ടേറെ പേർക്ക് തെറ്റായ കാർഡ് ലഭിച്ചിട്ടുണ്ട്. ഞാൻ അപേക്ഷിച്ചായിരുന്നു. എനിക്ക് വോട്ടർ ഐ ഡി ഇന്നലെയാണ് വന്നത്. എൻ്റെ വോട്ടർ ഐ ഡി, എൻ്റെ അഡ്രസ്സ് വന്ന വോട്ടർ ഐ ഡി ഞാൻ അയച്ചപ്പോഴേക്കും അത് മാറിപ്പോയി. ഇപ്പോൾ എൻ്റെ വോട്ടർ ഐ ഡി ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇതിനുവേണ്ടി നടപടി എടുക്കേണ്ടതാണ്. വാട്സാപ്പ് കൂട്ടായ്മകൾ വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുമാണ് പലരും കയ്യിൽ കിട്ടിയ തിരിച്ചറിയൽ കാർഡിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്തിയത്. എന്നാൽ പലർക്കും തങ്ങളുടെ കാർഡ് ലഭിച്ചവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അന്വേഷിച്ച് കണ്ടെത്തി പരസ്പരം കൈമാറുമെന്ന് കരുതിയാലും ഏതെങ്കിലും നിയമ നടപടികൾ ഉണ്ടാകുമോ എന്ന ഭയം മൂലം എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണിവർ. വ്യാപകമായി പിഴവുണ്ടായെന്നാണ് വിലയിരുത്തൽ. വിളിച്ചു കഴിഞ്ഞപ്പോൾ വോട്ടർ ഐ ഡി കാർഡിൻ്റെ കാര്യം പറയാനാണ് വിളിച്ചത്. 3 പേരുടെ, എൻ്റെ ചേട്ടൻ്റെയും അനിയൻ്റെയും എൻ്റെയും 3 മക്കളുടെ വോട്ടർ ഐ ഡി കാർഡാണ് നമുക്ക് കിട്ടാവുന്നത്. അപ്പോൾ 2 പേരുടെ ഐ ഡി കാർഡ് കറക്റ്റായിട്ട് വന്നു. എൻ്റെ കൃഷ്ണ നായറിന് വേണ്ട ഒരു അഡ്രസ്സ് വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വന്നേക്കുന്നത് അഞ്ജലി ബാബുവിൻ്റെ കാർഡാണ് നമുക്ക് ഇതിനകത്ത് മാറി വന്നേക്കുന്നത്. അപ്പോൾ ഈ അഞ്ജലി ബാബു ചേമ്പളം തന്നെയുള്ളതാണ്. നമുക്ക് അത് വേണമെങ്കിൽ അവരെ എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇടുക്കി കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ഉടുമ്പൻചോല ഡെപ്യൂട്ടി കളക്ടറുടെ ആൻഡ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നുമാണ് തിരിച്ചറിയൽ കാർഡ് അയച്ചിരിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്ന് അയക്കുന്ന കവർ അതേപടി അതാത് വിലാസങ്ങളിലേക്ക് അയച്ചു നൽകുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നാണ് ഡെപ്യൂട്ടി കളക്ടറുടെ മറുപടി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി OP വിഭാഗം പ്രവർത്തനം ആരംഭിക്കാനുള്ള നീക്കം അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണത്തിന് മറുപടിയുമായി അഡ്വക്കേറ്റ് A. രാജ MLA. കാത്തിലാബടക്കം കാർഡിയോളജി വിഭാഗം പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചാൽ മാത്രമേ ശരിയാം വിധം ആളുകൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂവെന്ന് MLA പറഞ്ഞു. ഇതിനായുള്ള ശ്രമം തുടർന്നു വരികയാണ്. ഇതിനായി 10 കോടിയോളം രൂപ ആവശ്യമായി വരും. ഇത് വകയിരുത്താൻ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. MLA അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കാത്തലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുന്നത് 2017-ലാണ്. അടിമാലിയിലും അതുപോലെ മാനന്തവാടിയിലുള്ള ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും കാത്തലാബിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമുക്കന്ന് 3,87,00,000 രൂപ അനുവദിക്കുകയും മാനന്തവാടിക്ക് 9 കോടിയോളം രൂപ അനുവദിക്കുകയും ചെയ്തു. അവിടെ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. നിലവിൽ ഇതിൻ്റെ കെട്ടിട പണികളെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ TMTയും എക്കോ അടക്കമുള്ള മെഷീനറീസ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നെടുങ്കണ്ടത്ത് നിന്ന് ഒരു കാർഡിയോളജി ഡോക്ടറിൻ്റെ സേവനം ഒരു ദിവസത്തേക്ക് ഇവിടെ ഉറപ്പാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം DMAയുടെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു. നമ്മുടെ ആവശ്യം അദ്ദേഹം ഇവിടെ വരുവാണെങ്കിൽ ഒരു ദിവസം പോകാം, ഒരാഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഈ ആശുപത്രി അദ്ദേഹം വരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം ഇതിൻ്റെ പൂർണ്ണതോതിലുള്ള പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്റ്റാഫുകളും മറ്റ് ടെക്നീഷ്യനും അതുപോലെ ഈ വന്നിട്ടുള്ള ഉപകരണങ്ങളുടെ ഇൻസ്റ്റലേഷൻ എല്ലാം പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ ഇത് പൂർണ്ണതോതിൽ നമുക്ക് തുടങ്ങാൻ കഴിയൂ. അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്ത് മറ്റിതര സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ അടിമാലിയിലും രാജ്യത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കും. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്ന റാലിയാണ് അടിമാലിയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ പ്രത്യേകത. അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്ത് മറ്റിതര സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ അടിമാലിയിലും രാജ്യത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിക്കും. സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാദ്യമേളങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, പ്രച്ഛന്ന വേഷങ്ങൾ എന്നിവയെല്ലാം സ്വാതന്ത്ര്യദിന റാലിയെ വർണ്ണാഭമാക്കും. ഈ വർഷവും അടിമാലിയിൽ അതിഗംഭീരമായി നടത്താൻ സംഘാടക സമിതി തീരുമാനിച്ചു. അറ്റാസിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത്, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, കുടുംബശ്രീ കൂട്ടങ്ങൾ, പെൻഷനേഴ്സ്, നമ്മുടെ റിട്ടയർഡ് സൈനികർ,
കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതികൾ, എല്ലാവരോടൊപ്പം എല്ലാവരെയും പങ്കെടുത്തുകൊണ്ട് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്ന റാലിയാണ് അടിമാലിയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ പ്രത്യേകത. സ്വാതന്ത്ര്യദിന റാലിക്ക് ശേഷം സമ്മേളനം സംഘടിപ്പിക്കും. സാഹിത്യകാരനും പ്രഭാഷകനുമായ പി സുരേന്ദ്രൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. അഡ്വക്കേറ്റ് എ രാജ MLA അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ സമ്മാനദാനം നിർവഹിക്കും. സർക്കാർ ഹൈസ്കൂൾ പരിസരത്തു നിന്നും ആരംഭിക്കുന്ന റാലി അടിമാലി CI ലൈജു മോൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ, മറ്റിതര സംഘടനാ പ്രവർത്തകർ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ വിഭാഗം ആളുകൾ സ്വാതന്ത്ര്യദിന റാലിയിൽ പങ്കുചേരും. മികച്ച നിശ്ചല ദൃശ്യം, വാഹനാലങ്കാരം, ഫാൻസി ഡ്രസ് എന്നിവയ്ക്ക് ക്യാഷ് പ്രൈസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഘോഷങ്ങളിൽ പങ്കുചേരുവാൻ മുഴുവൻ ആളുകളെയും ക്ഷണിക്കുന്നതായി സംഘാടക സമിതി ഭാരവാഹികളായ PV സ്കറിയ, CD ഷാജി, ഹാപ്പി K വർഗീസ്, KP അസീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സിറ്റി വിഷൻ അടിമാലി. പ്രവേശനോത്സവം ലഹരി വിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു. രാജകുമാരി ഗലീലാകുന്ന് MGM ITIയിൽ ഈ അധ്യയന വർഷം പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വീകരണവും സെമിനാറുമാണ് നടന്നത്. പ്രവേശനോത്സവം ITI മാനേജർ ഫാദർ ബേസിൽ കൊറ്റിക്കൽ ഉദ്ഘാടനം ചെയ്തു. രാജകുമാരി ഗലീലാകുന്ന് സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന MGM ITIയിലേക്കുള്ള പ്രവേശന ഉത്സവം നടന്നു. 2025-26 അധ്യയന വർഷത്തിൽ വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കായിട്ടാണ് പ്രവേശന ഉത്സവം സംഘടിപ്പിച്ചത്. മാതാപിതാക്കളോടൊപ്പം എത്തിയ വിദ്യാർത്ഥികൾക്ക് മാനേജിംഗ് കമ്മിറ്റിയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ITI ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവേശന ഉത്സവം മാനേജർ ഫാദർ ബേസിൽ കൊറ്റയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. പുതുതായിട്ട് നമ്മൾ അധ്യയന വർഷം തുടങ്ങുമ്പോൾ നമുക്ക് മുമ്പോട്ടുള്ളതായ ക്രമീകരണങ്ങളിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശിക്കുവാനും മാതാപിതാക്കളെ അതറിയിക്കുവാനും മാതാപിതാക്കൾ തൻ്റെ മക്കളെ അതിൻ്റെതായ ഓരോ പടികളുടെ ക്രമീകരണങ്ങൾ അനുസരിച്ച് മുന്നോട്ട് അവരെ നയിക്കുവാനും ഒക്കെയുമായി. പ്രവേശന ഉത്സവത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു. ITI സെക്രട്ടറി PK ജോൺസൺ പുലിക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഹരിത K ദാസ്, എക്സൈസ് ഉദ്യോഗസ്ഥരായ PC റജി, വിജയകുമാർ, ട്രസ്റ്റിമാരായ ബിജു ഐസക്ക, CC ജോർജ്, PTA പ്രസിഡന്റ് ജേക്കബ് ആന്റണി, കമ്മിറ്റി അംഗം സനു മംഗലത്ത്, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജകുമാരി. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ നെടുങ്കണ്ടം ബ്ലോക്ക് തല മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധവും ധർണയും നടത്തിയത്. ധർണാ സമരം KSTA സംസ്ഥാന കമ്മിറ്റി അംഗം KR ഷാജിമോൻ ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം കിഴക്കേക്കവലയിൽ നിന്നാണ് നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. 2024 ജൂലൈ മുതലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണത്തിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക, ക്ഷമാശ്വാസ കുടിശ്ശിക 2 ഗഡുക്കൾ അനുവദിക്കുക, 1 മാസത്തെ പെൻഷന് തുല്യമായ തുക ഉത്സവബദ്ധയായി അനുവദിക്കുക, 20 വർഷ സർവീസിന് ഫുൾ പെൻഷൻ നൽകുക, 70 വയസ്സ് കഴിഞ്ഞവർക്ക് അധിക പെൻഷൻ നൽകുക, എക്സോഗ്രേഷ്യ പെൻഷൻകാർക്ക് മറ്റു പെൻഷൻകാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പടിഞ്ഞാറേക്കവല വികസന സമിതി സ്റ്റേജിൽ നടന്ന യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം KR ഷാജിമോൻ ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് VV രഘുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംഘടനാ നേതാക്കളായ PS വിനയൻ, ലീലാമ ഗോപിനാഥ്, KR രാമചന്ദ്രൻ, KC സജീവൻ, KR സരോജിനി, KV പരമേശ്വരൻ, MS ജോസഫ്, KR പ്രസാദ് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 85ന്റെ നിർമ്മാണ വിഷയത്തിൽ 2 അഭിപ്രായം രൂപപ്പെടേണ്ട കാര്യമില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സർക്കാർ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇടുക്കിയിൽ തേയില വ്യവസായത്തിലെ പ്രതിസന്ധി അതീവ ഗുരുതരമായി. പീരുമേട്ടിൽ 4 തോട്ടങ്ങൾ കൂടി അടച്ചുപൂട്ടി. ഇതോടെ അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളുടെ എണ്ണം 7ആയി. അടിമാലി ആനച്ചാലിൽ ഫർണിച്ചർ വ്യാപാര സ്ഥാപനം കത്തിനശിച്ചു. മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. ഫർണിച്ചറുകളും കെട്ടിടവും തീയിൽ കത്തിനശിച്ചു. ഉണ്ടായത് വലിയ നഷ്ടം. ഇല്ലാത്ത കുടിവെള്ള പദ്ധതിയുടെ പേരിൽ സ്ഥലം വാങ്ങാൻ പണപ്പിരിവ്. നടപടികൾ പൂർത്തീകരിക്കാതെയും ഭൂമി ആസ്തി രജിസ്റ്ററിൽ പെടുത്താൻ ശ്രമം. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ ആരോപണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.